ഗുരുവായൂരിൽ ഭഗവാൻ കൃഷ്ണനെ നിർമ്മാല്യം തൊഴണമെന്ന് ആഗ്രഹിച്ചു പോയതാണ്. അതൊരു മിന്നായം പോലെ സാധിച്ചു. മമ്മിയൊരപ്പനെയും തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ അടുത്തത് എങ്ങോട്ടെന്ന ചോദ്യം. പെട്ടെന്ന് തോന്നിയത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, വിഷ്ണുമായ ക്ഷേത്രം. പലരും പറഞ്ഞു കേട്ട റീൽസിൽ മാത്രം കണ്ടിട്ടുള്ള ഓർമ്മ. ഏനാമാവ് ചെക്കിടാൻ വഴി 23 കിലോമീറ്റർ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. ആദ്യം കണ്ടത് മഹിഷമണ്ഡപം. കാഴ്ചകളുടെ ഘോഷയാത്ര. എനിക്ക് ഓരോ നിമിഷവും അതിശയക്കാഴ്ചകൾ. ഏതോ അത്ഭുത ലോകത്തെത്തിയതുപോലെ. അതോ ദേവലോകത്തോ? നമസ്കാരം പ്രിയ ഭക്തജനങ്ങളെ. ടെമ്പിൾ വോയേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 400-ലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രം. തീവ്ര ദുഃഖങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും പരിഹാരം പ്രാർത്ഥനയിലൂടെ, പരിഹാര കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന ക്ഷേത്രം. പാരമ്പര്യമായി പരിപാവനമായ ശക്തിയുള്ള പൂജകളിലൂടെ സുസ്ഥിരമായ പരിഹാരം ലഭിക്കുന്ന ജീവിതാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷ്ണുമായ ക്ഷേത്രം. വിഷ്ണുമായ സ്വാമി ശാസ്താവിനെയോ മുരുകനെയോ ഗണപതിയെയോ പോലെ ഭഗവാൻ പരമശിവൻ്റെ പുത്രൻ. 12 വർഷത്തിലൊരിക്കൽ പള്ളിനായാട്ടിന് പോയിരുന്ന പരമശിവൻ വനത്തിൽ വെച്ച് ഗന്ധർവനാദം കേൾക്കുന്നു. പാർവതി ഭക്തയും വേടതരുണിയുമായിരുന്ന കൂളിവാക എന്ന സുന്ദരി. കൂളി വനത്തിൻ്റെ ഏകാന്തതയിൽ വെച്ച് ഭഗവാൻ പരമേശ്വരൻ കാമപരവശനായി എല്ലാം മറന്ന് കൂളിവാക എന്ന സുന്ദരിയെ പ്രാപിക്കാൻ നിശ്ചയിച്ച് തിരികെ വരുന്ന സമയം അറിയിച്ച് പള്ളിനായാട്ടിന് പുറപ്പെടുന്നു. പാർവതി ഭക്തയായ കൂളിവാക കാത്തു നിൽക്കാനുള്ള ഭഗവാന്റെ കൽപ്പന കാമമോഹിതമാണെന്നും ഇഷ്ടദേവിയുടെ നാഥനെ പ്രാപിക്കുന്നത് മഹാപാപമാണെന്നും തിരിച്ചറിഞ്ഞ് വിഷമിക്കുന്നു. അവർ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നു. ഭക്തപ്രിയയായ ദേവി പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. കൂളിവാകയുടെ നിഷ്കളങ്ക ഭക്തിയിൽ സംപ്രീതയായ ദേവി അവളെ ആശ്വസിപ്പിച്ച് പൂർവ്വജന്മ ചരിത്രം പറയുന്നു. പൂർവ്വജന്മത്തിൽ കൈലാസത്തിലെ പരിചരണിയായിരുന്ന മനസ്വിനി എന്ന യക്ഷിണിയായിരുന്നു കൂളിവാക. പരിചാരിണിയായ യക്ഷിണി പാർവതീദേവിയുടെ മകനായ ബാലഗണപതിയെ മുലയൂട്ടുന്നത് കണ്ട് കോപാകുലയായി ഭൂമിയിലെ ചണ്ഡാലകുലത്തിൽ പിറക്കട്ടെ എന്ന് മനസ്വിനിയെ ശപിക്കുന്നു. കോപമടങ്ങിയപ്പോൾ പാർവതീദേവിക്ക് മനസ്വിനിയോട് സഹതാപമായി. വടക്കൻ കേരളത്തിലെ പുഞ്ചനെല്ലൂർ കുടുംബമാണ് ആദ്യം വിഷ്ണുമായ പ്രതിഷ്ഠയെ ആരാധിച്ചിരുന്നത്. ഗ്രാമത്തെ ദുരിതത്തിൽ നിന്നും രക്ഷിക്കാൻ വേലുമുത്തപ്പൻ എന്ന സ്വാമി ഭുവനേശ്വരി ദേവിയെ പ്രീതിപ്പെടുത്താൻ കഠിന തപസ് ചെയ്തു. ഭുവനേശ്വരി ദേവി അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വിഷ്ണുമായ വിഗ്രഹം സ്ഥാപിച്ച് ഭക്തി പുരസ്സരം ആരാധിക്കാൻ ഉപദേശിക്കുന്നു. ഒരു ദിവസം തൃപ്രയാറിലെ നദിയിൽ നിന്നും വേലുമുത്തപ്പൻ സ്വാമിക്ക് വിഷ്ണുമായ വിഗ്രഹം ലഭിക്കുന്നു. വിഗ്രഹം വീട്ടിൽ കൊണ്ടുവന്ന അദ്ദേഹം പുഞ്ചനെല്ലൂർ കുടുംബത്തിൻ്റെ ഉപദേശം തേടുന്നു. പുഞ്ചനെല്ലൂർ കുടുംബത്തിലെ മുതിർന്ന അംഗം വേലുമുത്തപ്പൻ സ്വാമിക്ക് വിഷ്ണുമായ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. വേലുമുത്തപ്പൻ സ്വാമി അദ്ദേഹത്തിൻ്റെ ചില അനുയായികളെ വിഷ്ണുമായ ആരാധനയ്ക്കുള്ള വെളിച്ചപ്പാടായി തിരഞ്ഞെടുക്കുന്നു. വേലുമുത്തപ്പൻ സ്വാമി സ്ഥാപിച്ച ഇന്നത്തെ ഈ ശ്രീകോവിൽ 4 തലമുറകളായി വിഷ്ണുമായയെ സേവിക്കുന്നു. ഇന്ന് നിരവധി ഭക്തജനങ്ങൾ ജാതിമത ഭേദമില്ലാതെ, പാവപ്പെട്ടവനെന്നോ ധനികനെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ വന്ന് വിഷ്ണുമായ സ്വാമിയെ ഉപാസിക്കുന്നു. പെരിങ്ങോട്ടുകരയിലെ വിഷ്ണുമായ സ്വാമിയുടെ സാന്നിധ്യത്തിന് മൂലകാരണമായ വ്യക്തിയാണ് വേലുമുത്തപ്പൻ സ്വാമി. വിഷ്ണുമായ സ്വാമിയുടെ ഐതിഹ്യം പ്രതിപാദിക്കുന്ന ചുവർശില്പങ്ങൾ. മുകളിൽ വിവരണങ്ങൾ. ഭഗവാനുമായി മുമ്പ് സംഭവിച്ചതെല്ലാം വിധിയാണെന്നും അഹങ്കാരിയായ ജലന്ധരൻ എന്ന അസുര നിഗ്രഹം പുതിയ അവതാരത്തിലൂടെ നടക്കേണ്ട കാലമായെന്നും പാർവതീദേവി കൂളിവാകയെ അറിയിക്കുന്നു. പാർവതീദേവി വേടധരണിയുടെ രൂപത്തിൽ മായ കൂളിവാകയായി ശ്രീ പരമേശ്വരനെ സ്വീകരിക്കുന്നു. അങ്ങനെ ജനിച്ച ശിശുവിന് കാട്ടുപോത്തിൻ കുട്ടിയെ കാവലാക്കിയ ഭഗവാൻ വളരുമ്പോൾ ശിശുവിന് വാഹനമായും ആ മഹിഷത്തെ നിയോഗിക്കുന്നു. തിരികെ കൈലാസത്തിലെത്തിയ ശ്രീപരമേശ്വരൻ കുട്ടിയെ അനുഗ്രഹിച്ച് കൂളിവാകയെ ഏൽപ്പിക്കാൻ അരുൾ ചെയ്തു. പാർവതീദേവി കൂളിവനത്തിലെത്തി ശിശുവിന് വിഷ്ണുമായ എന്ന് നാമകരണം ചെയ്ത് കൂളിവാകയ്ക്ക് നൽകുന്നു. 7 വയസ്സുവരെ വനത്തിൽ വളർന്ന വിഷ്ണുമായ പിറന്നാൾ ദിനത്തിൽ അതിഗംഭീര സദ്യ കഴിച്ചിരിക്കുമ്പോൾ ത്രികാലജ്ഞാനിയായ നാരദൻ അവിടെ എത്തി. വിഷ്ണുമായയുടെ മാതാപിതാക്കൾ ശിവപാർവതിമാരാണെന്നും കൈലാസത്തിൽ പോയി അനുഗ്രഹം വാങ്ങാൻ ഉപദേശിക്കുകയും ജലന്ധരൻ എന്ന രാക്ഷസ നിഗ്രഹമാണ് അവതാര ലക്ഷ്യം എന്നും അറിയിക്കുന്നു.
ഇപ്പോഴത്തെ തലമുറയിലെ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസകൻ ഡോക്ടർ ശ്രീ ഉണ്ണിസ്വാമിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള ഉപദേശങ്ങൾ നൽകുന്നു. കളം പാട്ടുത്സവത്തിന് വിഷ്ണുമായ സ്വാമിയെ എഴുന്നള്ളിച്ചിരുത്തുന്ന മണിമണ്ഡപം. ജന്മരഹസ്യവും ദൗത്യവും മനസ്സിലാക്കിയ വിഷ്ണുമായ ശിവസന്നിധിയിലെത്തി മാതാപിതാക്കളെ സാഷ്ടാംഗ പ്രണമിച്ച് അനുഗ്രഹം വാങ്ങുന്നു. ജലന്ധര വധത്തിനുള്ള എല്ലാ രഹസ്യങ്ങളും പരമശിവൻ വിഷ്ണുമായയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മാവിൽ നിന്നും ഇഷ്ടവരം നേടി ഭൂമിയെ വിറപ്പിക്കുന്ന ഭൃങ്കൻ എന്ന അസുര നിഗ്രഹത്തിനായി പാർവതീദേവി ചതുരുപായങ്ങളും നൽകി ആശീർവദിക്കുന്നു. ജലന്ധര നിഗ്രഹത്തോടെ വിഷ്ണുമായയെ ദേവേന്ദ്രൻ സ്വർഗലോകത്തേക്ക് ക്ഷണിക്കുന്നു. തൻ്റെ ദൗത്യം ഭൂമിയിലാണെന്ന് പറഞ്ഞ വിഷ്ണുമായ ആ ക്ഷണം നിരസിച്ച് ഭൂമിയിലേക്ക് യാത്രയാകുന്നു. ഭൃങ്കൻ എന്ന അസുരൻ വിഷ്ണുമായ സ്വാമിയുടെ വളർത്തമ്മയായ കൂളിവാകയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. വിവരമറിഞ്ഞ വിഷ്ണുമായ ഘോരയുദ്ധത്തിൽ ഭൃങ്കാസുരനെ വധിക്കുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ മുൻ ദേവസ്ഥാനാധിപതി ബ്രഹ്മശ്രീ ദാമോദരസ്വാമികളുടെ സമാധിസ്ഥലം. മലയാള വർഷം 1099 പൂജാതനായ ദാമോദരസ്വാമി മലയാള വർഷം 1179 സമാധിയായത്. എട്ട് വശങ്ങളുള്ള സമാധി മണ്ഡപത്തിൻ്റെ മുകൾ ഭാഗം ഒരു താമരയുടെ മാതൃകയിൽ നിർമ്മിച്ചത്. എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും വഴിപാടുകൾ. വാഴക്കുലയിൽ തുലാഭാരം. വിഷ്ണുമായ സ്വാമിയുടെ സഹോദര സ്ഥാനീയരായ മഹാഗണപതി, ശ്രീമുരുകൻ, സ്വാമി അയ്യപ്പൻ എന്നിവരുടെ സ്വർണ്ണനിർമ്മിത ക്ഷേത്രങ്ങൾ. ഭക്തജനങ്ങൾക്കായി LCD സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വിഷ്ണുമായ സ്വാമി.
ദേവസ്ഥാനം സന്ദർശിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികളോടൊപ്പമുള്ള ചിത്രങ്ങളിൽ ഇപ്പോഴത്തെ ദേവസ്ഥാനപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ. പാർവതി പരമേശ്വരന്മാർ വിഷ്ണുമായയെ മടിയിലിരുത്തി ശിവഗീത ഉപദേശിക്കുന്ന ചിത്രം. ബ്രഹ്മാവ്, വിഷ്ണു, നാരദർ തുടങ്ങിയ ദേവാദികൾ സമീപം. വിഷ്ണുമായ സ്വാമിയുടെ നമുക്ക് മനസ്സിലാകുന്ന രൂപം. വിഷ്ണുമായ സ്വാമിയുടെ മൂലപ്രതിഷ്ഠ. തൃപ്രയാർ നദിയിൽ നിന്നും വേലുമുത്തപ്പൻ സ്വാമിക്ക് ലഭിച്ച വിഗ്രഹം. ധാരാളം ഭക്തജനങ്ങൾ ഉണ്ണിസ്വാമിയെ കാണാൻ കാത്തിരിക്കുന്നു. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ വിശ്വാസികൾക്കും അന്നദാന സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വേലുമുത്തപ്പൻ സ്വാമിക്ക് ശേഷം വേലുക്കുട്ടി സ്വാമിയും പിന്നീട് ദാമോദര സ്വാമിയും ദേവസ്ഥാനാധിപതികൾ ആയിരുന്നു. ഇന്ന് ഡോക്ടർ ഉണ്ണിസ്വാമികളാണ് ദേവസ്ഥാനാധിപതി. രാമാവതാരത്തിൽ രാവണ നിഗ്രഹത്തിന് സഹായമായി ഭവിച്ചത് വിഷ്ണുമായയുടെ തേജസ് ഉൾക്കൊണ്ട വില്ലും ശരങ്ങളുമായിരുന്നു. കൃഷ്ണാവതാരത്തിൽ ചക്രരൂപത്തിൽ അവതരിച്ചതും കലിയുഗത്തിൽ ഭൂരക്ഷകനായി വർത്തിക്കുന്നതും സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയാണ്. രക്ഷ പ്രാപിച്ചെത്തുന്നവർക്ക് അഭയാനുഗ്രഹം നൽകി ജീവിത ദുരിതത്തിൽ നിന്നും മോചനം നൽകി സംരക്ഷിക്കുന്ന ഭക്തവത്സലനായ കാരുണ്യമൂർത്തിയാണ് വിഷ്ണുമായ സ്വാമി. രക്ഷകനും ശിക്ഷകനുമായ വിഷ്ണുമായ സ്വാമി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായവർ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കണം, വിഷ്ണുമായ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കണം എന്നൊരു അഭ്യർത്ഥന. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ആശംസകൾ.